അള്ളാഹു തആല ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവർ അഞ്ചനാണല്ലോ നേരത്തെ ഇവിടെ പറഞ്ഞ ഉമർ അലി ശിഹാബ് തങ്ങൾ. അവരാരാ? ഞാൻ അതാ കൃത്യമായിട്ട് തെളിവ് പറഞ്ഞുതരാം. ജബ്ബാർ ഫൈസി എന്ന് പറയുന്ന സുഹൃത്ത് എന്റെ വളരെ പ്രിയങ്കരനായ സുഹൃത്താണ്. ഇതുവരെ വൈലത്തൂരിന്റെ താഴെ വന്നിട്ട് സ്ഥലമുണ്ട്. എന്തെന്ന് വൈലത്തൂർ കഴിഞ്ഞിട്ട് നാട് കണ്ട് പറഞ്ഞാ നിങ്ങള് തലക്കടത്തൂരല്ല, കുറ്റിപ്പാലല്ല, ആ താന്നൂർ റോട്ടിലാണ്ട് ഇറങ്ങണം. പകരയല്ല, പൊന്മുണ്ടല്ല, അങ്ങോട്ടാണ്, കോട്ടക്കലാണ്. ഓമച്ചപ്പുഴ. അവിടെ ഇതുവരെ മുദരിസായിരുന്നു. ഇപ്പൊ 1.5 മാസം മുമ്പ് അവിടുന്ന് പോയിട്ടുണ്ട്, പനിയായിട്ട്. ആളിപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. ഇനി ഞാൻ പറഞ്ഞ ആളോട് ചോദിച്ചാൽ മതി. ആള് കളവാന്ന് പറഞ്ഞാൽ നാളെ എന്റെ പ്രസംഗം ഞാനാണ്. അത് റഹ്മാനെ പറഞ്ഞൊരു വിടലാന്ന് പറഞ്ഞാൽ നാളെ ഞാൻ പ്രസംഗിക്കൂല. അയാൾ കോളേജ് ഇറങ്ങുമ്പോൾ ആൾക്ക് പനി പിടിക്കാൻ മഞ്ചേരിയിൽ നിന്ന് ഒഴിവാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടുവരും. അവിടുന്ന് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, ഇയാൾ അനങ്ങാതാണ് കിടക്കുന്നത്. നിപുണനായ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, കബറ് കുഴിച്ചേക്കാൻ വേണ്ടി പറഞ്ഞു. ഒരിക്കലും രോഗി രക്ഷപ്പെടും. നാട്ടിൽ കബറ് കുഴിച്ചു, കബറ് കുഴിച്ചു, താമസം വിന. ഇയാള് മിണ്ടാതെ അനങ്ങാതാണ് കിടന്നപ്പോ പരിശോധിക്കുന്ന ഡോക്ടർ, വലിയ ഡോക്ടർ വിളിച്ചു. അയാൾ വന്നിട്ട് പറഞ്ഞു, മരിച്ചിട്ട് മണിക്കൂറുകളായിക്കണം കൊണ്ടുപോകാൻ പറയുന്നു. ജബ്ബാർ ഫൈസിന് ഒറ്റ ശൈലിയിൽ ഇങ്ങനെ പൊതിയാണ്. എന്നിട്ട് ആംബുലൻസ് എടുത്തേക്കാം. എല്ലാരും കൂടി വരികയാണ്. പോണ വഴിയില് ഉമർ അലി ശിഹാബ് തങ്ങളെ വീട്ടിൽ കടക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായി. കടന്നു. ആംബുലൻസ് കണ്ടപ്പോ തങ്ങളിപ്പാപ്പ കൊലായ്മെന്ന് പറഞ്ഞു, ഇങ്ങോട്ട് ഇറക്കണ്ട, ഞാനാണ്ട് വരാറ്. ആ ജബ്ബാർ ഫൈസി ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാന്ന് ഞാൻ പറഞ്ഞു. ഞാനാണ്ട് വരാന്ന്. ആംബുലൻസിന് എടുത്തിട്ട് തങ്ങൾ വെച്ച് എന്താ സംഭവം എന്ന് വെച്ചു. തങ്ങളെ കോഴിക്കോട് നിന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരികയാണ്. ഞങ്ങളെ മോനാന്നാ. തങ്ങൾ അറിഞ്ഞ ഈ കുട്ടി മരിച്ചിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടുത്തെ ഏറ്റവും വലിയ ഡോക്ടർ മരിച്ചു എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഒരാളെ നോക്കിയിട്ട് ഇത് മരിച്ചിട്ടില്ല എന്ന് പറയണമെങ്കിൽ ആ നാവിന് അങ്ങനത്തെ ഒരു രുചിയും അങ്ങനത്തെ ഒരു ഗന്ധവും അങ്ങനത്തെ ഒരു ആരോഗ്യം, ആ കൽബിന് അങ്ങനത്തെ ഒരു കോളൊക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ ആണ്ട് വഷളാവും. അതന്നെ ഈ കുട്ടി മരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് തങ്ങൾ പറമ്പക്ക് കയറി ഒരു ഇല പൊട്ടിച്ചിട്ട് ഇങ്ങനെ വരുതി ഒഫീരി വായത്തിന് എന്തോന്ന് മന്ത്രിച്ചു. എന്നിട്ട് പറഞ്ഞു, വായ എങ്ങനെ ഒന്ന് ഉയർത്തി പിടിക്കാൻ പറഞ്ഞു. മരിച്ചെടുക്കണെന്ന് പറഞ്ഞാണ്. വായ ഉയർത്തി പിടിച്ചപ്പോ തങ്ങൾ ഈ ഇലന്റെ സത്ത് ജബ്ബാർ ഫൈസിന്റെ, അവരെ ഭാഷയിൽ മയ്യത്തായി കിടക്കുന്ന ജബ്ബാർ ഫൈസിന്റെ വായിലേക്ക് ഇട്ടിച്ചപ്പോ ജബ്ബാർ ഫൈസിന്റെ കാരാട്ടക്കാരൻ നിൽക്കുന്ന ഏറ്റവും ആ പടപ്പ് 6 കൊല്ലം പാണക്കാട് മുതിർച്ചായിരുന്നു. ആളൊന്നും ജീവിച്ചില്ല. ആളെ കയ്യിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ചു എന്ന് എഴുതി കൊടുത്ത സർട്ടിഫിക്കറ്റ് തലന്റെ അടിയിൽ വെച്ചിട്ട് മുമ്പിൽ കിടന്നു.